പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനവും വീട്ടുപകരണങ്ങളും നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കഞ്ഞിക്കുഴിയിലും കോടികളുടെ തട്ടിപ്പ്. സീഡ് സൊസൈറ്റി മുഖേന പണമടച്ച നിരവധി സാധാരണക്കാരാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഇരുചക്ര വാഹനം, ലാപ്ടോപ്പ്, TV, ഗൃഹോപകരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 100 കണക്കിന് സാധാരണക്കാരുടെ പണമാണ് കബളിപ്പിക്കപ്പെട്ടത്. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ സീഡ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് സാധാരണക്കാരായ ജനങ്ങൾ തട്ടിപ്പിനിരയായിട്ടുള്ളത്. സീഡ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ 400ഓളം രൂപ നൽകണം. കഞ്ഞിക്കുഴിയിൽ തന്നെ സീഡ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ 1200-ൽ പരം ആൾക്കാരുണ്ട്. ഇവരിൽ ഭൂരിഭാഗത്തിന്റെയും പണം നഷ്ടപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം. സീഡ് സൊസൈറ്റിയുടെ പേരിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുമെന്നും ലാപ്ടോപ്പ് കൊടുക്കുമെന്നും ഫ്രിഡ്ജ് കൊടുക്കും, വാഷിംഗ് മെഷീൻ കൊടുക്കുമെന്ന് മോഹന വാഗ്ദാനം നൽകി കഞ്ഞിക്കുഴിയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ മേഖലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ടിരിക്കുകയാണ്. കഞ്ഞിക്കുഴിയിലെ പാവപ്പെട്ട ആളുകളെ ഇതിൻ്റെ പിന്നിൽ വളരെ പണയം വെച്ചും വായ്പ മേടിച്ചും ഒക്കെയാണ് പണം അടച്ചിട്ടുള്ളത്. ഇത് കൊടുക്കരുത്, തിരിച്ച് കിട്ടാൻ വേണ്ടി ഇവർ നെട്ടോട്ട് ഓടുകയാണ്. പരാതിപ്പെടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ വരുന്നത്. മുട്ടം കോളപ്ര സ്വദേശി അനന്തു കൃഷ്ണൻ മൂവാറ്റുപുഴ പോലീസ് പിടിയിലായതോടെയാണ് പണമടച്ചവർ തട്ടിപ്പിനിരയായത്. പണമടച്ച് കബളിപ്പിക്കപ്പെട്ടവരെ സീഡ് കോർഡിനേറ്റർമാർ മോഹന വാഗ്ദാനം നൽകി അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പലരും പോലീസിൽ പരാതി നൽകാൻ വിമുഖത കാണിക്കുന്നത് എന്നും ആക്ഷേപമുണ്ട്. സീഡ് സൊസൈറ്റി വഴി നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെയും അവർക്ക് കൂട്ടുനിന്ന ഇടനിലക്കാർക്കെതിരെയും കർശന നടപടി സ്വീകരിച്ച് പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരിച്ചു നൽകാനുള്ള നടപടി ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം KTUC ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും KTUC ജില്ലാ പ്രസിഡന്റ് വർഗീസ് സക്കറിയ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.